പ്രളയത്തിൽ തകർന്നുപോയ മായന്നൂർ ഉരുക്കുതടയണയുടെ നിർമ്മാണം പുരോഗതി വിലയിരുത്തുന്നതിനായി കിഡ് ഉദ്യോഗസ്ഥരൊപ്പം ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി 10 കോടി രൂപ കൂടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാണ് സർക്കാരും സംവിധാനങ്ങളും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2018 ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഉരുക്കുതടയണ നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയായതിന് പിന്നാലെ 2019 പിന്നീടുണ്ടായ 2 പ്രളയങ്ങളിലും തടയണ പൂർണ്ണമായും തകർന്നു. തടയണയുടെ പാർശ്വഭിത്തികൾ തകർന്നതിനെ തുടർന്ന് പുഴയോരത്തുള്ള കൃഷിയിടങ്ങൾ ഉൾപ്പെടെ ഇടിഞ്ഞ് പുഴയിലേക്ക് ചേർന്നു. കർഷകരുടെ കൃഷിസ്ഥലങ്ങളും നഷ്ടമായി. 2022 ഈ വിഷയം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പി മമ്മിക്കുട്ടി MLAയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. MLAയുടെ ഇടപെടലിനെ തുടർന്ന് 12.60 കോടി രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ അനുവദിച്ചു. ഈ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഈ തുക പൂർണ്ണമായും വിനിയോഗിച്ചാലും തടയണയുടെ പൂർത്തീകരണം സാധ്യമാകാത്ത ഘട്ടത്തിലാണ് 10 കോടി രൂപ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് MLA വീണ്ടും സർക്കാരിനെ സമീപിച്ചത്. ഈ 2 ഭാഗം നെട്ടിട്ടിട്ട് ഉള്ളിൽ ഈ ബോർഡർ നിറച്ചതിന് പകരം കട്ടിയോടുകൂടി കോൺക്രീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ചില നിലപാട് സ്വീകരിച്ചു. അതിന് അഡീഷണലായിട്ട് തന്നെ 12 കോടിയിലധികം രൂപ വരും എന്ന് ആർക്കൈക്കാർ പറഞ്ഞു. ആർക്കൈക്കാരാണ് അങ്ങനെ ആർക്കൈയുടെ ആളുകൾ ഇവിടെ വന്നു പരിശോധന നടത്തി. പിന്നീട് മദ്രാസല്ല കോഴിക്കോട് ഉന്നയിച്ചു. അത് അബ്രഹാം സാറാണ് പറഞ്ഞത്. അവരുടെ കൂടി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഉണ്ടായിക്കോട്ടെ. നേരത്തെ മദ്രാസ് IIT-ക്കാർ ചെയ്തതല്ല. അപ്പോൾ ഇവരുടെ ഒപ്പീനിയൻ വേണമെന്ന് പറഞ്ഞ് അതിനു വേണ്ടിയുള്ള എട്ടുകൂട്ട് നടന്നുകൊണ്ടിരിക്കും. പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു തവണ ഇവിടെ പറഞ്ഞു. ഇപ്പം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വർക്ക് മുന്നേറിക്കൊണ്ടിരിക്കും. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിത്ര പ്രതീക്ഷിച്ചില്ല. ഇന്നിപ്പോൾ സൈറ്റിൽ വരുമ്പോഴാണ് അവർക്ക് കഴിയാവുന്ന രീതിയിൽ സാധ്യമായതിൻ്റെ അപ്പുറത്ത് ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത്. പക്ഷേ ഇത് കൂടുതൽ ശക്തം ചെയ്യാനും ഇത് നിലനിൽക്കാനും ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ജനങ്ങൾക്കും നാട്ടുകാർക്കും സർക്കാരിനും പൂർത്തിയാക്കണമെങ്കിൽ അഡീഷണലായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള നിർമ്മാണ ഏജൻസി കിഡ് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കോഴിക്കോട് NIT ആണ് തടയണയുടെ സാങ്കേതിക പഠനം നടത്തിയത്. നിലവിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ തടയണയുടെ നിർമ്മാണം അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെങ്കിലും പാർശ്വഭിത്തികളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. 150 മീറ്റർ പുഴയിലും 50 മീറ്ററോളം ദൂരം മുകൾ ഭാഗത്തും പാർശ്വഭിത്തി നിർമ്മിക്കാനുണ്ട്. പാർശ്വഭിത്തികളുടെ നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞാലേ പ്രളയത്തിൽ കുത്തിയൊലിച്ചുപോയ കൃഷിയിടമായിരുന്ന സ്ഥലം മണ്ണിട്ട് ഉയർത്താൻ കഴിയൂ. നിർമ്മാണ പ്രവൃത്തികൾ ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, പഞ്ചായത്തംഗം സുജിത് P രാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. കിഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ CA ജമാലുദ്ദീൻ, പ്രൊജക്ട് കോർഡിനേറ്റർ ലക്കം മുനാരി, പ്രൊജക്ട് എഞ്ചിനീയർ E റഹീസ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.